ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് മറ്റൊരു ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് കാണാം. മാസ വരുമാനം 1,00,000 മുകളിൽ വരെ സാലറി ഉള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് പറയാൻ പോകുന്നത്. 57 പോസ്റ്റിന് വിളിച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ബൈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അപ്പം IOCLയുടെ ഒരു ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ്. 57 വേക്കൻസീസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് കാണാം. So this is the notification. Online registration starts from 12/10/2020 and closes on 7/11/2020. നവംബർ 7 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ റിട്ടൺ എക്സാം ഉണ്ട്, ദാറ്റ് ഈസ് ഓൺ 29 നവംബർ 2020. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സൈറ്റ് പറഞ്ഞിട്ടുള്ളത് www.iocl.com. അത് IOCLൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതേപോലെ അപ്ലിക്കേഷൻസിന് വരുന്നത് www.iocl-Recruit.in iocl-recruit.in. അപ്പം ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻസ് സമർപ്പിക്കാം. ഇനി നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് എ പേ സ്കെയിൽ ഓഫ് 25,000 to 1,05,000. അപ്പം പേ സ്കെയിൽ അല്ലെങ്കിൽ സാലറി വരുന്നത് മിനിമം 25,000 ആണ് ആൻഡ് ഇറ്റ് ഈസ് അപ് ടു 1,05,000 rupees. ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇതാ പറയുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് വിത്ത് മെക്കാനിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയറിംഗ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ടോട്ടൽ യു ഹാവ് 57 വേക്കൻസീസ്. അതിൽ പ്രൊഡക്ഷൻ, ജൂനിയർ എഞ്ചിനീയർ പ്രൊഡക്ഷനിലാണ് 49 വേക്കൻസീസും വരുന്നത്. അത് ഓരോ കാറ്റഗറി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷനാണ്, ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ റിസർവേഷൻ കാറ്റഗറി ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം ഡീറ്റെയിൽസ്. പ്രൊഡക്ഷന് ക്വാളിഫിക്കേഷൻ വരുന്നത് 3 year ഡിപ്ലോമ ഇൻ കെമിക്കൽ, റിഫൈനറി, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ B.Sc ഇൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. അപ്പോൾ ഡിപ്ലോമ മാത്രമല്ല, B.Sc സയൻസ് സബ്ജക്ട്സിലെ B.Sc-കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 50%. റിലാക്സേഷൻ ഉണ്ട്. OBC SCക്ക് 45% മതി. പിന്നെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. മിനിമം 1 year ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ എനി ഓഫ് ദിസ്: റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ് ഓർ പമ്പ്, ഹൗസ് ഫീൽഡ്, ഹീറ്റർ, കംപ്രസർ, ഡിസ്റ്റിലേഷൻ കോളം, റിയാക്ടർ, ഹീറ്റ് എക്സ്ചേഞ്ച്, പെട്രോളിയം റിഫൈനറി, ഇങ്ങനെ എനി എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് വി ഹാവ് ദ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ഫോർ മെക്കാനിക്കൽ കം റിഗർ. അതിലും 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം ഓഫ് 50%. അത് B.Sc ക്വാളിഫിക്കേഷൻ അല്ല പറയുന്നത്. അതേപോലെ മിനിമം 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദ തേർഡ് വൺ, ജൂനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇൻസ്ട്രുമെൻറ്റേഷന് വരുന്ന ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ്, ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി 50% ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം 1 year ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ലൈക്ക് ഫോർ യുവർ സിസ്റ്റംസ് ലൈക്ക് DCS, PLC, ഇലക്ട്രോണിക് ഫീൽഡ്, വാൾവ്, സ്മാർട്ട് പൊസിഷനേഴ്സ് ഡീറ്റെയിൽസ്. അത് അവർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് യു ഹാവ് ദ ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനാലിസ്റ്റ്. അപ്പം അത് നമുക്ക് ഓൾമോസ്റ്റ് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് B.Sc ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, എനി ഓഫ് ദി സയൻസ് സബ്ജക്ട്സ്. 50% ആണ് മാർക്ക് പറയുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് വരുന്നത് മിനിമം 1 year ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് HPLC, XRF, then WD XRF, GC, ICAP, AAS, auto analyzers, flash pointers, etc. In any petrochemical, refinery or heavy chemical, gas processing industries or power plants. അപ്പം ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഈ ഒരു ഫോർത്ത് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് എന്ന പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഏജ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. യു ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 18 years and 26 years. 26 years എന്നാണ് കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി കൗണ്ടഡ് ഓൺ 31/10/2020. റിലാക്സേഷൻ ഡീറ്റെയിൽസിൻ്റെ അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി.
Now selection details പറയുന്നതാണ് എക്സാമിൻ്റെയും that will be based on your written exam and skill and proficiency in physical test ഉണ്ട്. You should get a minimum of 40% in your written examination. Then you have it here, date details. Date വരുന്നത് already so it starts from 12/10/2020. Last date online application last date 7/11/2020. Soft copy or hard copy അവിടെ എത്താനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 28/11/2020 നവംബർ 28 ആണ്. റിട്ടേൺ എക്സാമിൻ്റെ ഡേറ്റ് പറയുന്നത് 29/11/2020 ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് വിൽ ബി ഓൺ 18/12/2020. ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് 150 rupees ഫോർ ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സ്. അതർ റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, ഇറ്റ്സ് ഫ്രീ. സോ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതുപോലത്തെ മറ്റ് ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. We will be uploading all of them. So thanks for watching. Thank you.